Welcome friends, welcome to Masters Academy. Today we are going to discuss about equation of motion. നമ്മളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് പോവാം. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം ദ റെസ്റ്റ് ട്രാവൽ 100 meter in 5 seconds with a uniform acceleration. Find the acceleration of the car. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ഈ ഫിസിക്സിലെ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ മുഴുവനൊന്നും വായിച്ച് നോക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യനിൽ കിട്ടുന്ന 1 by 1 ആയിട്ട് തന്നേക്കുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതണം. എന്താണ് തന്നേക്കുന്നത്? എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. സോ റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി u is equal to 0. ട്രാവൽ 100 meter എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് d. പക്ഷെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് d എന്നല്ല എസ് എന്നാണ് പറയണത്. സോ എസ് is equal to 100 meter. In 5 seconds, so t is equal to 5. With the uniform acceleration a, find the acceleration of the car. A കണ്ടുപിടിക്കണം. യുവും എസും ടിയും വെച്ചിട്ട് എ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എസും യുവും ടിയും എയും ഉള്ള ഇക്വേഷനാണ്. അതെന്ന് പറഞ്ഞാൽ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എത്രയാണ്? 100. യു എത്രയാണ്? 0 ഇൻറ്റു 5 പ്ലസ് 1/2 ഇൻറ്റു എ നമുക്ക് അറിയില്ല. ടി എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു 5 100 ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 5 ഇൻറ്റു 5 25 എ എന്ന് വരും. ഈ 2 ഈക്വൽസിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും 200 എന്ന് വരും. 200 ഇസ് ഈക്വൽ ടു 25 എ. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 200/25. ഓക്കെ, ഇത് നമ്മൾ 5 കൊണ്ട് വെട്ടിക്കളയുമ്പോൾ 25 5 പ്രാവശ്യം, 200 5 4 പ്രാവശ്യം, 40/5. 40/5 എന്ന് പറയുമ്പോൾ 8 എന്ന് വരും. 8 meter per second square. നമുക്ക് ആൻസർ കിട്ടും. ആക്സിലറേഷൻ ഓഫ് ദ കാർ ഇസ് ഈക്വൽ ടു 8 meter per second square. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. അടുത്തൊരു ചോദ്യം നോക്കാം. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ട്രാവൽ വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ് 5 meter per second square. വാട്ട് വിൽ ബി ദ വെലോസിറ്റി ആഫ്റ്റർ 3 seconds? നമുക്ക് നോക്കാം ആദ്യം. ആൻ ഒബ്ജക്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ റെസ്റ്റ് എന്ന് പറയുമ്പോൾ യു ഇനിഷ്യൽ വെലോസിറ്റി യു എന്താണ്? 0. വിത്ത് ആൻ ആക്സിലറേഷൻ ഓഫ്, അപ്പോൾ എ ഇസ് ഈക്വൽ ടു 5 meter per second square. വാട്ട് വിൽ ബി ദ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി ആഫ്റ്റർ 3 seconds എന്ന് പറഞ്ഞാൽ ടി ഇസ് ഈക്വൽ ടു 3. എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ആണ് കണ്ടുപിടിക്കേണ്ടത്. യുവും എയും ടിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെ 4 കൂടിയുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ആ ഇക്വേഷനാണ് എഴുതേണ്ടത്. ഏതാണ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറഞ്ഞാൽ യുവിന് പകരം 0, എക്ക് പകരം 5, ടിക്ക് പകരം 3. സോ 5 ഇൻറ്റു 3 എന്ത് കിട്ടും? 15 meter per second എന്ന് കിട്ടും. അതാണ് എന്ത്? വി. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെക്സ്റ്റിലൊരു ചോദ്യത്തിൻ്റെ ഒരു കഷ്ണമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് കൊടുത്തിട്ട് ഡിസ്പ്ലേസ്മെൻറ്റും ഏരിയയും കാണാൻ പറഞ്ഞിട്ട് ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ല, ആദ്യത്തെ 2 പാർട്ട് ടെക്സ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ചെയ്യാതിട്ടിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ്. ഒരു സ്ഥലത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കും, ഒരു സ്ഥലത്ത് ഏരിയ വെച്ച് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ വെച്ചിട്ടുള്ള, അതായത് ഈ ഭാഗത്തുള്ളത് ചെയ്യാം. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി ബിറ്റ്വീൻ 2nd and 4th second. അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷൻ ആദ്യം എഴുതണം. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി പറഞ്ഞേക്കണം, നോക്കിക്കേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി ബിറ്റ്വീൻ 2nd and 4th second. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഫൈനൽ സമയം മൈനസ് ഇനീഷ്യൽ സമയം. 4 - 2 2 കിട്ടും. ടൈം എന്താണ്? 2 seconds ആണ്. അത് കിട്ടി. ഇനി യു കണ്ടുപിടിക്കണം. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. 2nd and 4th second. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ് സെക്കൻഡ്. സെക്കൻഡ് നേരെയുള്ള വെലോസിറ്റി ഏതാ നോക്കുക. ഏതാണ്? ഇതാണ് ആ വെലോസിറ്റി. അപ്പോൾ കാണുന്നുണ്ടോ? സെക്കൻഡ് നേരെ മേലോട്ട് പോവുക, പിയിൽ മുട്ടും, പി നേരെ ഇങ്ങോട്ട് പോവുക. കണ്ടോ? 20. അപ്പോൾ യു ഈക്വൽ ടു എന്താണ്? 20 meter per second. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? യു കിട്ടി, ടി കിട്ടി, എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫാണ്. അപ്പോൾ എ കണ്ടുപിടിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ നേരെ 1 ഒന്നിന്ന് നേരെ മേലോട്ട് പോവുക, അത് ഗ്രാഫിൽ മുട്ടും, അവിടെ നേരെ ഈ ആക്സിസിലോട്ട് പോവുക. 10. ഓക്കെ, എ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? 10 ആണ്.
മനസ്സിലാകുന്ന 1 എടുക്കുക, നേരെ മേലോട്ട് പോവുക, അപ്പുറത്തുള്ള സംഭവം കാണാം 10. ദെൻ 10 ആണ് എന്ത് അതിൻ്റെ ആക്സിലറേഷൻ. അപ്പോൾ എയും കിട്ടി, യുവും കിട്ടി, ടിയും കിട്ടി. എസ് കണ്ടുപിടിക്കാമല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യുവിന് പകരം 20, ടിക്ക് പകരം 2 പ്ലസ് ഹാഫ് ഇൻറ്റു എക്ക് പകരം 10, ടിക്ക് പകരം ടി സ്ക്വയറാണ്, അപ്പോൾ 2 × 2. ദെൻ ഈ 2ഉം വെട്ടിപ്പോയി. 20 × 2 40, 10 × 20 അതായത് 10 × 2 അതായത് 20, 40 + 20 എത്ര വരും? 60 എന്ന് കിട്ടും. 60 മീറ്റേഴ്സാണ് ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ വെച്ച് കാണുമ്പോൾ കിട്ടുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പോർഷൻ അതായത് ഏരിയ കാണണം. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം SPQR = ഈ ഇക്വേഷൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം: ഏരിയ ഓഫ് ട്രപ്പീസിയം SPQR. ട്രപ്പീസിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ അറിയാമോ? ഇതാണ് സംഭവം. 1/2 ഇൻറ്റു പാരലൽ സൈഡുകളുടെ ലെങ്ത്തിൻ്റെ സം D1 + D2 അതേ ഇൻറ്റു ബേസ്. അപ്പോൾ ഇവിടെ ഹാഫ് ഇൻറ്റു പാരലൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതാണ് SP, അതെത്രയാണ്? 20. അടുത്തത് ഇപ്പുറത്തെ പാരലൽ സൈഡാണ് ഏത്? RQ, അതെത്രയാണ്? അത് 40 ആണ്. ദെൻ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്താണ്, അതെത്രയാണ്? 2 ആണ്. അപ്പോൾ അതെങ്ങനെ വരും? ഹാഫ് ഇൻറ്റു 20 + 40 എത്ര? 60. ദെൻ അതേ ഇൻറ്റു 2. ഈ 2ഉം വെട്ടിപ്പോവും. ആൻസർ എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. 60 മീറ്റേഴ്സ്. ഓക്കെ, കൺഫ്യൂഷൻ വരണ്ട. D1 എന്ന് പറഞ്ഞാൽ SP ഈ ഇക്വേഷനിൽ, അതുപോലെ D2 എന്ന് പറഞ്ഞാൽ QR. SP എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. QR എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ താഴത്തെ ലെങ്ത്ത് ടൈമാണ്, അതെത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ രണ്ടും 60 മീറ്റേഴ്സ് കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ശരിയാണ്. അത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എക്സാമിൻ ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇസ് ദ മോഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് യൂണിഫോം ഓർ നോൺ യൂണിഫോം? നോക്കിക്കേ, 0 തൊട്ട് 4 വരെ വെലോസിറ്റി കൂടുവാണ്, 4 തൊട്ട് 6 വരെ വെലോസിറ്റി കുറയുവാണ്. ദാറ്റ് മീൻസ് വെലോസിറ്റി ചേഞ്ചസ്. അപ്പോൾ അത് എന്ത് മോഷനാണ്? നോൺ യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷൻ ആണെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ ആൻസർ. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സേ വെദർ ആക്സിലറേഷൻ ഫ്രം O to A ഈസ് യൂണിഫോം, വാട്ട് ഈസ് അബൌട്ട് A to B? അപ്പോൾ O തൊട്ട് A വരെയുള്ളതിൻ്റെ ഇതാണ് O തൊട്ട് A വരെയുള്ളതെന്ന് പറയുന്നത്. ഈ സമയത്തുള്ള ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമ്മൾ കാണും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ? OAൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ OAൻ്റെ ഹൈറ്റ് OC ഡിവൈഡ് ബൈ അതിൻ്റെ ലെങ്ത്ത് OD. OC എന്ന് പറയുന്നത് നമുക്ക് 2 വരും, OD എന്ന് പറയുന്നത് നമുക്ക് 4 വരും. ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ അതെന്താണ്? നോൺ യൂണിഫോമാണ്. നോൺ യൂണിഫോം ആക്സിലറേഷനാണ്. ഓർത്ത് വെക്കുക, സ്ലോപ്പ് കണ്ടുപിടിക്കുക. അത് 1 ആണെങ്കിൽ അത് യൂണിഫോം ആണ്, അല്ലെങ്കിൽ അത് നോൺ യൂണിഫോം ആണ്. ഇനി നമുക്ക് അടുത്ത പോർഷൻ ഫ്രം A to B ആണ്. അപ്പോൾ സ്ലോപ്പ് ഫ്രം A to B. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്താണ് വേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? AD ആണ് വരിക, അതായത് OC തന്നെ. അതെത്ര? 2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ്, അതായത് DB. DB എന്ന് പറയുന്നത് എന്താണ്? 2. സോ 2/2 1 വരും. 1 ആയപ്പോൾ അത് എന്തായി? യൂണിഫോം ആക്സിലറേഷനായി. ഓക്കെ, അതായത് A to B ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണ്, O to A എന്താണ്? നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണ്. നമുക്ക് ഒരു ഗ്രാഫ് തന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ്. അപ്പം ഞാൻ പറയണത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുവാണ്. ഓർത്ത് വെക്കുക, നമ്മൾ മുകളിലോട്ട് പോകുന്നൊരു ഗ്രാഫാണ്. ഇങ്ങനെ മേലോട്ട് പോവുകയാണെങ്കിൽ അതെന്താണ്? ഇൻക്രീസാണ്. പകരം താഴത്തോട്ട് വരുവാണെങ്കിൽ അതെന്താണ്? ഡിക്രീസാണ്. ഇത് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഗ്രാഫിൻ്റെ കാര്യങ്ങളും എഴുതാൻ പറ്റും. നോക്കിക്കേ, പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ ഗ്രാഫ്, വെലോസിറ്റി ഇൻക്രീസസ്. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാണ്? A to B യിലാണ് കൂടുന്നത്. അപ്പോൾ ഫ്രം A to B വെലോസിറ്റി എന്ത് ചെയ്യുവാണ്? ഇൻക്രീസുമാണ്. B to C കയറ്റവുമില്ല ഇറക്കവുമില്ല, അപ്പോൾ വെലോസിറ്റി എന്താണ്?
യൂണിഫോം ആണ്. ഇനി സിന്ന് ഡിയിലേക്ക് താഴേക്ക് കുറയുവാണ്, അപ്പോൾ എന്താണ്? ഡിക്രീസ് ആണ്. മനസ്സിലാവുന്നോ? മേലോട്ട് പോവുകയാണെങ്കിൽ ഇൻക്രീസ്, താഴോട്ട് പോവുകയാണെങ്കിൽ ഡിക്രീസ്, നേരെ കിടക്കുവാണെങ്കിൽ യൂണിഫോം. ഇത്രയും സിമ്പിളാണിത്. ഓക്കെ, നമുക്കിനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇഫ് എ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് ഈസ് 72 km/h. ആഫ്റ്റർ 5 minutes ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ആക്സിലറേഷൻ ആൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ട്രെയിൻ ഇൻ ദിസ് ടൈം. എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, റെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം u ഈക്വൽ ടു എന്ത്? 0. ഈ 72 km/h, അതായത് v ആണ് തന്നേക്കണേ. എത്ര? 20 m/s. നമുക്ക് അതെടുത്താൽ മതി, അതാണ് എളുപ്പം. ആഫ്റ്റർ 5 minutes, അതായത് ടി എന്ന് പറയുന്നത് 5 minutes. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ മിനിറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സെക്കൻഡിലേക്ക് മാറ്റിയേക്കണം. സോ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 300 മിനിറ്റ്സിന് കിട്ടും, 300 സെക്കൻഡ്സിന് കിട്ടും. അങ്ങനെ എപ്പോഴും നമ്മൾ ഈ മിനിറ്റ് കിട്ടുന്നതിനെ സെക്കൻഡിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ദെൻ ഫൈൻഡ് ദ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കണം. അതേപോലെ ഡിസ്റ്റൻസ് ട്രാവൽ എസും കണ്ടുപിടിക്കണം. നമുക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. വിയും യുവും ടിയും എയും കൂടിയുള്ള ഇക്വേഷൻ ഏതാണത്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ബി എത്രയാണ്? 20. യു എത്രയാണ്? 0. എക്ക് പകരം നമുക്ക് എ എന്ന് ഇടാം. എ കണ്ടുപിടിക്കേണ്ട ആളാണ്. ടി എന്ന് പറഞ്ഞാൽ 300. അപ്പോൾ 20 ഇസ് ഈക്വൽ ടു 300 എ എന്ന് വരും. എ ഇസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 300. 0 വെട്ടിക്കളയാം. എന്ത് വരും? 2/30 എന്ന് കിട്ടും. 2/30 ആണെന്ത്? എന്റെ വാല്യൂ. അത്രയും m/s². ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? എസ് കണ്ടുപിടിക്കണം. എസ് ഈക്വൽ ടു ut പ്ലസ് ½ at². അത് നമ്മൾ യൂസ് ചെയ്യാൻ പോകണം ഇക്വേഷൻ. യു എന്ന് പറയുമ്പോൾ 0, ടി ഇപ്പോൾ എന്തായാലും അത് 0 തന്നെയാണ്. അപ്പോൾ 300 × 0 കിടക്കട്ടെ, പ്ലസ് ½ ഇൻറ്റു എക്ക് പകരം 2/30 ഇൻറ്റു t². ടി എന്ന് പറഞ്ഞാൽ 300 ആണ്. 300 ഇൻറ്റു 300 എന്ന് വരും. നോക്കിക്കേ, എന്ത് വരും? ½ ഇൻറ്റു 2/30 ഇൻറ്റു, ഞാൻ ഒന്നുകൂടെ എഴുതിയത് അബദ്ധിയായിട്ട്, 300 ഇൻറ്റു 300. വെട്ടിക്കളയാം നമുക്ക്. ഈ 2ഉം ഈ 2ഉം പോയി. ഈ 3യുടെ 0 ഈ 0 പോയി. 3 3യിൽ ഒരു പ്രാവശ്യം, 3 3യിൽ 10 പ്രാവശ്യം. 10 ഇൻറ്റു 300, അതായത് 3000 മീറ്റേഴ്സിന് വരും. അതാണ് ട്രെയിൻ പോയ ദൂരം. നമുക്ക് ഈ മീറ്ററിന് കിലോമീറ്റർ ആക്കുമ്പോൾ 3 കിലോമീറ്റർ എന്ന് വരും. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. എ കാർ അറ്റൈൻ എ വെലോസിറ്റി ഓഫ് 54 km/h വിതിൻ 5 seconds ഫ്രം ആൻ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് 18 km/h. കാൽക്കുലേറ്റ് ഇറ്റ്സ് ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എന്താ പറഞ്ഞേക്കണേ? അറ്റൈൻ എ വെലോസിറ്റി എന്ന് പറയുമ്പോൾ വി ആണ് തന്നേക്കണേ. എത്രയാണ്? 15 m/s. ദെൻ വിതിൻ 5 seconds എന്ന് പറയുമ്പോൾ ടി ഈസ് ഈക്വൽ ടു 5 seconds ഫ്രം ദ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ്? 5 m/s. കാൽക്കുലേറ്റ് ആക്സിലറേഷൻ എ, ഡിസ്പ്ലേസ്മെൻറ്റ് എസ്. ശ്രദ്ധിച്ചേ, ഞാൻ എല്ലാം എഴുതിയപ്പോഴും m/s വാല്യൂസ് എഴുതിയിട്ടുള്ളൂ. അതാണ് നിങ്ങൾ എടുക്കേണ്ട എക്സാമിന്. അങ്ങനെ എന്നാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് പോവാം. ബി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇത് വെച്ചിട്ടാണ് നമ്മൾ എയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിക്ക് പകരം 15, യുവിന് പകരം 5, എ നമുക്ക് എ ആയിട്ട് തന്നെ ഇടാം, ടി നമുക്ക് 5 ഇടാം. അപ്പോൾ 15 ഇസ് ഈക്വൽ ടു 5 + 5 എന്ന് വരും. ഈ 5നെ ഇവിടെ നിർത്തിയിട്ട് ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ 5a ഇസ് ഈക്വൽ ടു 15 - 5, അതായത് 10. സോ എ ഇസ് ഈക്വൽ ടു 10/5. എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 2 m/s² ആണ് എന്ത്? എയിൻ്റെ വാല്യൂ. അങ്ങനെ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? എസ് ഈക്വൽ ടു ut പ്ലസ്
ഹാഫ് AT². നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ യുവിന് പകരം എന്താണ് 5 ആണ്, ടിക്ക് പകരം 5 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എത്രയാണ് 2, ദെൻ T², അതായത് 5 ഇൻറ്റു 5. നമുക്ക് ഈ 2ഉം വെട്ടിപ്പോയി. പോയിട്ട് 5 ഇൻറ്റു 5 25 പ്ലസ് 5 ഇൻറ്റു 5 അതായത് 25 പ്ലസ് 25 എത്ര വരും 50 മീറ്റേഴ്സ് എന്ന് വരും. അപ്പോൾ എസിൻ്റെ വാല്യൂ എന്താണ് 50 മീറ്റേഴ്സ്. ഓക്കെ, അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇനി നമുക്കുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, അനലൈസ് ദ ഗ്രാഫ് ഗിവൺ ബിലോ. എന്നിട്ട് കുറച്ച് ഉത്തരങ്ങൾ എഴുതാനാണ്. വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റീൻ്റെ ഗ്രാഫ് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യം നല്ലോണം ഓർത്ത് വെച്ചോളാം. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എങ്ങനെ വരുമെന്ന് അറിയോ? ഇങ്ങനെ ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും യൂണിഫോം വെലോസിറ്റീൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഇതാണ് എന്ത് ഗ്രാഫ് ഇൻഡിക്കേറ്റ് യൂണിഫോം വെലോസിറ്റി. ഇനി ഗ്രാഫ് ഇൻഡിക്കേറ്റ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയോ? ഇങ്ങനെ ഇരിക്കും. ഏതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത നോക്കിക്കേ, വിച്ച് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് ദ മോഷൻ ഓഫ് ഫ്രീ ഫാളിംഗ് സ്റ്റോൺ. ഫ്രീ ഫാളിംഗ് സ്റ്റോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കൂടി വരും, ഗ്രാഫ് മേലോട്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഏതാണ് എൻ്റെ ആൻസർ? ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇത് കഴിയുവാണ്. നമ്മളെല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അടുത്തത് ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതും ചോദിക്കുക. ഞങ്ങൾ പെട്ടെന്ന് കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.